നമസ്കാരം. ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാർനോട്ട്സ് ഹീറ്റ് എൻജിൻ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു എന്താണ് ഹീറ്റ് എൻജിൻ എന്ന് പറഞ്ഞു, എന്തൊക്കെ ഭാഗങ്ങളാണ് ഒരു ഹീറ്റ് എൻജിൻ ഉള്ളത് എന്ന് പറഞ്ഞു. ഹീറ്റ് എൻജിൻ ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്സ് ദ ഹീറ്റ് എനർജി ഇൻ ടു മെക്കാനിക്കൽ എനർജി. ഒരു ഹീറ്റ് എൻജിൻ എങ്ങനെയാണ് ഒരു റൊട്ടേഷൻ അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ എനർജി, ഇപ്പം നമുക്കറിയാം ഒരു ബൈക്കിൻ്റെ ഒരു കാറിൻ്റെ ഒരു ഹീറ്റ് എൻജിൻ്റെ ആ മെയിൻ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഒരു സിലിണ്ടർ. ഈ സിലിണ്ടറിനകത്ത് നമ്മളൊരു ഗ്യാസ് നിറയ്ക്കുന്നു. ആ സിലിണ്ടറിനെ നമ്മളൊരു പിസ്റ്റൺ വെച്ച് അടയ്ക്കുന്നു. ഈ ഗ്യാസ് ഹീറ്റ് ചെയ്യുന്നു, ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നു. ആ എക്സ്പാൻഷൻ മൂലം ഈ പിസ്റ്റൺ മുകളിലേക്ക് ഉയരുന്നു. അപ്പം നമുക്കവിടെ പ്രഷർ കുറയും, കുറച്ച് കഴിഞ്ഞ് വീണ്ടും താഴത്തേക്ക് വരും. ഈ അപ്വേർഡ് ഡൗൺവേർഡ് മോഷൻ, ഈ അപ്വേർഡ് ഡൗൺവേർഡ് മോഷൻ നമ്മളൊരു ലീവർ വഴി റൊട്ടേഷനാക്കി കൺവേർട്ട് ചെയ്യും. അപ്പം നമുക്ക് ഒരു ഹീറ്റ് എൻജിനിൽ വരുന്ന 4 ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. സോഴ്സ്, ഹീറ്റ് എനർജി എടുക്കാവുന്ന വർക്കിംഗ് സബ്സ്റ്റൻസ് ആയിരുന്നു നമ്മുടെ സിലിണ്ടർ വിത്ത് എ പിസ്റ്റൺ. 3 ഒരു പ്ലാറ്റ്ഫോം വേണമെന്ന് പറഞ്ഞു, ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് വേണമെന്ന് പറഞ്ഞു. 4ാമത്തത് സിങ്ക്, എത്ര കണ്ട് ഹീറ്റ് കൊടുക്കാൻ ആവശ്യമായ ഒരു ലോ ടെമ്പറേച്ചർ ഉള്ള ഇൻഫിനിറ്റ് ഹീറ്റ് കപ്പാസിറ്റി ഉള്ള ഒരു പാർട്ടാണ് സിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഹീറ്റ് എൻജിൻ എന്നുള്ളതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. നമ്മൾ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, നമ്മൾക്ക് ഒരു ഹീറ്റ് എൻജിൻ വർക്ക് ചെയ്യണമെങ്കിൽ ഹീറ്റ് എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ഹീറ്റ് എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അതിനകത്ത് ഒരു വർക്കിംഗ് സബ്സ്റ്റൻസ് വേണം. വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സിലിണ്ടറാണ്, ഒരു ഗ്യാസ് നിറച്ചിട്ടുള്ള സിലിണ്ടർ. അതൊരു പിസ്റ്റൺ ഇട്ട് അടച്ചിരിക്കും. ഈ ഗ്യാസിലേക്ക് ഹീറ്റ് കൊടുക്കും, ഈ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യും, ഈ പിസ്റ്റൺ മുകളിലേക്ക് ഉയരും. കുറച്ച് കഴിഞ്ഞ് ഒരു 2 പ്രോസസ്സ് കഴിഞ്ഞ് പിസ്റ്റൺ താഴത്തേക്ക് വരും. മുകളിലേക്ക് പിസ്റ്റൺ പോയി താഴത്തേക്ക് വന്നു കഴിയുമ്പോൾ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി. ഈ പ്രോസസ്സ് അടുത്ത സൈക്കിളിൽ വീണ്ടും മുകളിലേക്ക് പോയി താഴത്തേക്ക് വരും. ഇത് റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പോൾ കണ്ടിന്യൂസ് വർക്കായിട്ട് ഈ വീൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഒരു ഹീറ്റ് എൻജിൻ. അപ്പോൾ ഹീറ്റ് എൻജിനിൽ നമുക്കൊരു വർക്കിംഗ് സബ്സ്റ്റൻസ് ഉള്ളത് സിലിണ്ടർ വിത്ത് പിസ്റ്റൺ ആണ്. സിലിണ്ടറിൽ ഒരു ഗ്യാസ് ഉണ്ട്. ആ ഗ്യാസിൻ്റെ എക്സ്പാൻഷൻ മൂലം പിസ്റ്റൺ അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് മോഷൻ, അപ്വേർഡ് പോയി ഡൗൺവേർഡ് വരുമ്പോൾ ഒരു സൈക്കിളായി. അപ്പോൾ ഇത് റിവേഴ്സിബിളാണ്. റിവേഴ്സിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇപ്പോൾ ഈ പിസ്റ്റണിൽ ഇതിൻ്റെ വെച്ച പൊസിഷനിൽ തന്നെ ഒരു പർട്ടിക്കുലർ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീണ്ടും അവിടെ എത്തും, ആദ്യത്തെ ഒറിജിനൽ അവസ്ഥയിലേക്ക് വരും. വീണ്ടും ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും, വീണ്ടും അവിടേക്ക് എത്തും. ഇങ്ങനെ അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് മോഷനാണ് ആക്ച്വലി ഈ എൻജിനിൽ നടക്കുക. ഇപ്പം നമ്മളിവിടെ ഒരു കാർനോട്ട് ഹീറ്റ് എൻജിനാണ് പറയുക. കാർനോട്ട് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായിരുന്നു. ഒരു 36 വയസ്സ് വരെ മാത്രം ജീവിച്ച ഒരാൾ. 1736 എങ്ങാണ്ടോ ഒരു ഇയറിലാണ് അദ്ദേഹം ജനിച്ച്, ഒരു ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബുക്കിൽ ഇങ്ങനെ ഒരു ഐഡിയൽ ഹീറ്റ് എൻജിനെ കുറിച്ച് വളരെ വിശദമായിട്ടൊക്കെ എഴുതി. പക്ഷേ നിർഭാഗ്യവശാൽ കോളറ വന്ന് 36ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചു. പക്ഷേ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഒരിക്കലും ഈ കാർനോട്ട്സ് എൻജിനെ കുറിച്ച് ആരും വലിയ കാര്യമായിട്ട് പഠനമൊന്നും നടന്നില്ല. പിന്നീടുള്ള കാലത്താണ് കാർനോട്ട്സ് എൻജിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയൽ ഹീറ്റ് എൻജിനാണ് എന്ന് കണ്ടുപിടിച്ച് അദ്ദേഹത്തിൻ്റെ പഠനങ്ങളൊക്കെ പുറത്തു വരിക. ഓക്കെ, അതുകൊണ്ട് തന്നെ കാർനോട്ട്സ് ഹീറ്റ് എൻജിൻ അദ്ദേഹം ഒരു എൻജിൻ ഉണ്ടാക്കുകയല്ല ചെയ്തത്. കാർനോട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഐഡിയൽ ഹീറ്റ് എൻജിനാണ്. ഇതൊരു റിവേഴ്സിബിൾ ആൻഡ് ഐഡിയൽ ഹീറ്റ് എൻജിനാണ്. റിവേഴ്സിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണോ ആ പോയത് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ആ ഒരു സെയിം സ്റ്റേജിലേക്ക് അത് എത്തിച്ചേരും. അപ്പോൾ എന്തിനു വേണ്ടി ഈ ഒരു ഐഡിയൽ ഹീറ്റ് എൻജിൻ? ഐഡിയൽ ഹീറ്റ് എൻജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല. ഇപ്പോൾ ഒരു പിസ്റ്റൺ ഇങ്ങനെ മുകളിലേക്ക് പോയി താഴത്തേക്ക് വരുമ്പോൾ അവിടെ എന്തായാലും ഈ പിസ്റ്റൻ്റെ അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് മോഷനിടയ്ക്ക് ഒരു ഫ്രിക്ഷനൊക്കെ വരും. ആ ഫ്രിക്ഷൻ മൂലം കുറേ എനർജിയൊക്കെ വേസ്റ്റ് പോകും. ഇദ്ദേഹം പറയുന്നത് വെച്ചാൽ ഫ്രിക്ഷനൊന്നുമില്ല, ഫ്രിക്ഷൻലെസ് ആയിട്ടുള്ള പിസ്റ്റണാണ്. അത് തന്നെ ഐഡിയൽ കേസാണ്. പിന്നെ കംപ്ലീറ്റ് ഹീറ്റ് എനർജിനെയും സോഴ്സിൽ നിന്ന് എടുത്തിട്ട് അങ്ങനെ തന്നെ വർക്കാക്കി മാറ്റുന്ന 100% എഫിഷ്യൻസി ഉള്ള ഒരു ഹീറ്റ് എൻജിനാണ്. അപ്പോൾ എന്തിനാണ് ഈ ഐഡിയൽ ഹീറ്റ് എൻജിൻ? ഒരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ ആകില്ലാത്ത ഈ ഹീറ്റ് എൻജിൻ ഇത്ര വില വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു വെച്ചു,
നിങ്ങൾ എന്തൊക്കെ വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷെ ഈ ഒരു പ്രോസസ്സിൽ അവസാനം ഈ ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ്റെ 100% എഫിഷ്യൻസി വരെ നിങ്ങൾക്ക് വരുത്താൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഈ പിസ്റ്റൺ അപ്വേർഡ് ഡൗൺവേർഡ് മോഷൻ നടത്തി വരുത്താൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്താലും മാക്സിമം ഐഡിയലി ഇത്രയേ വരുള്ളൂ. അപ്പം നമുക്കൊരു ഐഡിയൽ കേസ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാക്സിമം 100% എഫിഷ്യൻസിയിലേക്ക് എത്തിക്കാൻ ഈ ഒരു കാർനോട്ട്സിൻ്റെ ഹീറ്റ് എഞ്ചിൻ സഹായിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഏതൊക്കെയാണ് ഒരു കാർനോട്ട്സ് ഹീറ്റ് എഞ്ചിൻ്റെ ഭാഗങ്ങൾ എന്ന് ഞാൻ പറയാൻ പോവുകയാണ്. ആദ്യത്തേത് ഒരു വർക്കിംഗ് സബ്സ്റ്റൻസ് ആണ്. വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ ഒരു സിലിണ്ടർ വിത്ത് പിസ്റ്റൺ ഫ്രിക്ഷൻലെസ് ആണെന്ന് മാത്രം. കൂടാതെ ഇതിൻ്റെ സൈഡിലെല്ലാം പെർഫെക്റ്റ്ലി ഇൻസുലേറ്റിങ്ങും ബേസ് മാത്രം കണ്ടക്റ്റിംഗ് ആണ്. ഓക്കെ, നോക്കാം, നിങ്ങളിവിടെ ഡയഗ്രാം വരച്ചിട്ടുണ്ട് ഞാൻ. ഒരു വർക്കിംഗ് സബ്സ്റ്റൻസിൻ്റെ ആണിത്. ഇതൊരു സിലിണ്ടർ, അതിനകത്ത് ഐഡിയൽ ഗ്യാസ് നിറച്ചിരിക്കുന്നു. ഇതൊരു പിസ്റ്റൺ. ഇതിൻ്റെ ഈ ഒരു ബോളെല്ലാം താഴെ ഒഴിച്ച് ബാക്കിയെല്ലാം ഇൻസുലേറ്റിംഗ് ബോളും, ബേസ് മാത്രം കണ്ടക്റ്റിംഗ് ആണ്. കണ്ടക്റ്റിംഗ് ബേസ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഒരു ഐഡിയൽ ഗ്യാസാണ് നിറച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രഷർ P1, വോളിയം V1, ടെമ്പറേച്ചർ T1. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കാർനോട്ട്സ് ഹീറ്റ് എഞ്ചിൻ്റെ ആദ്യത്തെ ഭാഗം അതിൻ്റെ വർക്കിംഗ് സബ്സ്റ്റൻസ് ആണ്. വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സിലിണ്ടർ വിത്ത് എ ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ ആൻഡ് ദ ബേസ് ഓഫ് ദ വർക്കിംഗ് സബ്സ്റ്റൻസ് ഈസ് കണ്ടക്റ്റിംഗ് ആൻഡ് അതർ ബോൾസ് ആർ ഇൻസുലേറ്റിംഗ് ബോൾസ്. ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് സോഴ്സ് ആണ്. ഞാൻ പറഞ്ഞു ഏതൊരു ഹീറ്റ് എഞ്ചിനും സോഴ്സ് വേണം. അതിൻ്റെ ടെമ്പറേച്ചർ T1 ആണ്. ആ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ആ സോഴ്സ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ഹീറ്റ് കപ്പാസിറ്റി ഉള്ളതാണ്. എന്ന് വെച്ചാൽ എത്ര ഹീറ്റ് അതിൽ നിന്ന് എടുത്താലും അതിൻ്റെ ടെമ്പറേച്ചർ T1 തന്നെയായിട്ട് നിൽക്കും. അതാണ് ഇൻഫിനിറ്റ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വോൾസ് എല്ലാം പെർഫെക്റ്റ്ലി കണ്ടക്റ്റിംഗ് ആണ്. അതായത് സോഴ്സിൻ്റെ വോൾസ് എല്ലാം പെർഫെക്റ്റ്ലി കണ്ടക്റ്റിംഗ് ആണ്. എന്ന് വെച്ചാൽ അതിനകത്ത് എന്തുകൊണ്ട് വെച്ചാലും ഹീറ്റിന് നമുക്ക് അതിൽ നിന്ന് അബ്സോർബ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ രണ്ടാമത്തെ കാർനോട്ട്സ് എഞ്ചിൻ്റെ ഭാഗം എന്ന് പറയുന്നത് സോഴ്സ് ആണ്. ഏതൊരു എഞ്ചിനുള്ളത് പോലെ തന്നെ അതിൻ്റെ ടെമ്പറേച്ചർ T1 ആണ്, പെർഫെക്റ്റ്ലി കണ്ടക്റ്റിംഗ് ആണ്, ഇൻഫിനിറ്റ് ഹീറ്റ് കപ്പാസിറ്റി ആണ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് ആണ്. ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലേറ്റിംഗ് ആണ്. അതായത് ഒരു ഹീറ്റിനെ കടത്തി വിടില്ല, ഒരു ഹീറ്റിനെ അതിലേക്ക് എടുക്കത്തില്ല. വെറും ഇൻസുലേറ്റഡ്, ഹീറ്റിനെ ഒരിക്കലും കടത്തി വിടാതുള്ള ഒരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡാണ് മൂന്നാമത്തെ ഭാഗം. നാലാമത്തെ ഭാഗം ഒരു സിങ്ക് ആണ്. പെർഫെക്റ്റ്ലി കണ്ടക്റ്റിംഗ് വോൾസ് അല്ല, ഇൻഫിനിറ്റ് ഹീറ്റ് കപ്പാസിറ്റി ഉള്ള, ഏതുപോലെ ഇൻഫിനിറ്റ് ഹീറ്റ് കപ്പാസിറ്റി ആണ്. എത്ര ഹീറ്റ് വേണമെങ്കിലും ഇതിനകത്തേക്ക് കൊടുക്കാം. ഒരിക്കലും ടെമ്പറേച്ചർ കൊടുത്തു എന്ന് പറഞ്ഞ് കൂടത്തില്ല. ഇതിൻ്റെ ടെമ്പറേച്ചർ ഒരു കോൾഡ് ടെമ്പറേച്ചറാണ്, ലോ ടെമ്പറേച്ചറാണ്, T2 ആണ്, സിങ്ക് ആണ്. അപ്പോൾ പെർഫെക്റ്റ്ലി കണ്ടക്റ്റിംഗ് വോൾസും ആണ്. ഇത്രയുമാണ് ഒരു കാർനോട്ട്സ് എഞ്ചിൻ്റെ 4 ഭാഗങ്ങൾ. എന്തൊക്കെയാണ്? ഒരു വർക്കിംഗ് സബ്സ്റ്റൻസ്, അത് ഒരു സിലിണ്ടറാണ്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ സിലിണ്ടർ വിത്ത് പിസ്റ്റൺ ആണ്. സിലിണ്ടറിനകത്ത് ഒരു ഐഡിയൽ ഗ്യാസ് നിറച്ചിരിക്കുന്നു. ഐഡിയൽ ഗ്യാസിൻ്റെ പ്രഷർ P1, വോളിയം V1 ആൻഡ് ടെമ്പറേച്ചർ T1 ആണ്. രണ്ടാമത്തത് ഒരു സോഴ്സ് ആണ്, ഹൈ ടെമ്പറേച്ചർ ആണ് T1, പെർഫെക്റ്റ്ലി കണ്ടക്റ്റിംഗ് ബോൾസ് ആണ്, ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡാണ് മൂന്നാമത്തത്. യാതൊരു ഹീറ്റിനെയും കടത്തിവിടത്തില്ല, അതിൽ നിന്ന് കൊടുക്കത്തില്ല ഹീറ്റ്. നാലാമത്തത് സിങ്കാണ്, ലോ ടെമ്പറേച്ചറുള്ളതാണ്, പെർഫെക്റ്റ്ലി കണ്ടക്റ്റിംഗ് ബോളാണ്, ഇൻഫിനിറ്റ് ഹീറ്റ് കപ്പാസിറ്റിയാണ് അതിനുള്ളത്. ഈ 4 ഭാഗങ്ങളാണ് ആക്ച്വലി ഒരു കാർനോട്ട്സ് ഹീറ്റ് എഞ്ചിൻ്റെ ഭാഗങ്ങളായിട്ട് വരിക. ഞാൻ പറഞ്ഞു, ഒരു പ്രാവശ്യം പിസ്റ്റൺ മുകളിലേക്ക് പോയി താഴത്തേക്ക് വരുന്നതാണ് ഒരു 1 കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ കാർനോട്ട്സ് എഞ്ചിൻ്റെ കേസിൽ നമ്മളത് കാർനോട്ട് സൈക്കിൾ എന്നാണ് പറയുക. കാർനോട്ട് സൈക്കിൾ. അപ്പോൾ കാർനോട്ട് സൈക്കിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പ്രാവശ്യം ഈ പിസ്റ്റൺ മുകളിൽ പോയി തിരിച്ച് താഴെ വരണം. ഈ പിസ്റ്റൺ മുകളിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്തേക്ക് ഐഡിയൽ ഗ്യാസ് നിറച്ചിട്ടുണ്ട്, ഹീറ്റ് കൊടുക്കും, ഹീറ്റ് വെച്ചിട്ട് ഇത് പതുക്കെ പിസ്റ്റൺ മുകളിലേക്ക് പകുതി വരെ ഉയരും.
അടുത്തത് വീണ്ടും ഫുള്ളായിട്ട് ഉയരും, പിന്നെ പകുതി താഴും, പിന്നെ ഫുള്ളായിട്ട് താഴും. 4 പ്രോസസ്സ് വരും ഇതിനകത്ത്. ഐഡിയൽ ഹീറ്റ് എഞ്ചിനാണ്. വേറെ പ്രാക്ടിക്കലി ഇത് പോസിബിൾ ആകുമെന്നൊന്നുമില്ല ക്വസ്റ്റ്യൻ. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിസ്റ്റൻ്റെ, നമ്മൾ പറഞ്ഞു ഒരു പിസ്റ്റൻ്റെ അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് മോഷൻ റൊട്ടേഷൻ ആക്കിയാണ് മാറ്റുന്നത്. അപ്പോൾ ഒരു പിസ്റ്റൻ്റെ അപ്വേർഡ് മോഷൻ കംപ്ലീറ്റ് ആകുന്നത് 2 പ്രോസസ്സ് വെച്ചിട്ടാണെന്ന് അദ്ദേഹം പറയും. 2 പ്രോസസ്സ് വെച്ചിട്ട് ഇത് താഴുകയും ചെയ്യും. അങ്ങനെ മൊത്തം 4 പ്രോസസ്സാണ് ഒരു ഐഡിയൽ ഹീറ്റ് എഞ്ചിനിൽ വരിക. ഓക്കെ, എന്തൊക്കെയാണ് അത്? സാധാരണ നമ്മൾ ഈ ഹീറ്റ് എഞ്ചിൻ്റെ ഈ ഒരു സൈക്ലിക് പ്രോസസ്സ്, ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് ഒരു പ്രഷർ വോളിയം ഡയഗ്രം വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് നമ്മൾ പ്രഷർ വോളിയം ഡയഗ്രം, ഒരു ഇൻഡിക്കേറ്റർ ഡയഗ്രം എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു 4 പ്രോസസ്സാണ്. ഏതൊക്കെയാണ് 4 പ്രോസസ്സ് എന്ന് ആദ്യം പറയാൻ പോവാം. നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതാണ്. നമ്മൾ ഈ വർക്കിംഗ് സബ്സ്റ്റൻസിനെ എടുത്ത് നേരെ സോഴ്സിൻ്റെ മുകളിലേക്ക് വയ്ക്കും. നമുക്കറിയാം, സോഴ്സിൻ്റെ മുകളിലേക്ക് ഈ വർക്കിംഗ് സബ്സ്റ്റൻസിനെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ബേസ് സോഴ്സുമായിട്ട്, ബേസ് കണ്ടക്റ്റിംഗ് ആണ്. അപ്പോൾ സോഴ്സിൽ നിന്ന് Q1 എമൗണ്ട് ഓഫ് എനർജി അബ്സോർവ് ചെയ്ത് ഈ വർക്കിംഗ് സബ്സ്റ്റൻസിലെ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്ത് ഇതിൻ്റെ പിസ്റ്റൺ ഇങ്ങനെ പകുതി ഉയർന്നു. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് എന്താണ്? ഇവിടുത്തെ ടെമ്പറേച്ചർ T1 ആണ്. ഈ നമ്മുടെ ഗ്യാസിൻ്റെ, ഐഡിയൽ ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ T1 ആണ്. ഈ സെയിം ടെമ്പറേച്ചറിൽ നമ്മൾ ഈ സിലിണ്ടറിനെ കൊണ്ട് ഈ സോഴ്സിൻ്റെ മുകളിൽ വെച്ചു. ഇതിൻ്റെ ഇവിടെ എല്ലാം പെർഫെക്റ്റ്ലി ഇൻസുലേറ്റിംഗ് ആണ്, പക്ഷെ ബേസ് കണ്ടക്റ്റിംഗ് ആണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഈ സോഴ്സിൻ്റെ എല്ലാ വോളും കണ്ടക്റ്റിംഗ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഈ സിലിണ്ടറിനെ ഇവിടെ വയ്ക്കുമ്പോൾ ഇതിൻ്റെ താഴെ നിന്ന് ഹീറ്റ് എനർജി അബ്സോർവ് ചെയ്തിട്ട് ഈ പിസ്റ്റൺ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുകയും പിസ്റ്റണിനെ പതുക്കെ പകുതിയിൽ ഉയർത്തുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ആദ്യം ഈ പ്രോസസ്സ്, ഇത് T1 ടെമ്പറേച്ചറാണ്, ഇതും T1 ടെമ്പറേച്ചറാണ്. അപ്പോൾ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ നടന്ന പ്രോസസ്സാണ്. കാരണം ഈ ഐഡിയൽ ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ T1 ആണ്, സോഴ്സിൻ്റെ ടെമ്പറേച്ചർ T1 ആണ്. ഈ P1 V1 വോളിയം ഉള്ള പ്രഷറുള്ള ഈ പിസ്റ്റണിനെ നമ്മൾ ഈ സോഴ്സിൽ കൊണ്ട് വെച്ചപ്പോൾ ആ ഹീറ്റ് അബ്സോർവ് ചെയ്ത് പകുതി ഉയർന്നു. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സെയിം ടെമ്പറേച്ചറിലാണ് എക്സ്പാൻഷൻ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ്. അതായത് നമ്മൾ രണ്ടാമത്തെ കേസ് പറയുന്ന ഇതാണ്. ആദ്യത്തെ സ്റ്റെപ്പ് പറയുന്ന ഇതാണ്. ഈ വർക്കിംഗ് സബ്സ്റ്റൻസിനെ നമ്മൾ സോഴ്സിൻ്റെ മുകളിൽ കൊണ്ടുവച്ചു. അപ്പോൾ ആദ്യം നമ്മൾ ആ പിസ്റ്റൺ പകുതി ഉയർത്തി. ആ സമയം നടന്ന പ്രോസസ്സിന് നമ്മൾ ഐസോതെർമൽ എക്സ്പാൻഷൻ എന്നാണ് പറയുക. കാരണം ഇവിടെ നിങ്ങളറിയാം, ഗ്യാസ് ആ സോഴ്സിൽ നിന്ന് Q1 എമൗണ്ട് ഓഫ് എനർജി അബ്സോർവ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് ഈ പിസ്റ്റണിനെ പകുതി ഉയർത്തി. ഓക്കെ, ഈ സംഭവം നമ്മൾ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ദിസ് ഈസ് ദ പ്രഷർ വോളിയം ടെമ്പറേച്ചർ ഓഫ് ദ ഐഡിയൽ ഗ്യാസ്. ആദ്യം ഉണ്ടായിരുന്ന പ്രഷറും P1, വോളിയം V1, ടെമ്പറേച്ചർ T1. ഇനി അത് നമ്മൾ സോഴ്സിൻ്റെ മുകളിൽ കൊണ്ടുവച്ച് പകുതി പിസ്റ്റൺ ഉയർത്തി. അപ്പോൾ നമുക്കറിയാം P2 V2 ആയിട്ട് മാറ്റപ്പെട്ടു. ഇപ്പോൾ കാരണം നമുക്കറിയാം ആദ്യം ഇങ്ങനെ അടഞ്ഞിരുന്ന് വെച്ച് പിന്നീട് മുകളിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ വോളിയമാണ് ഇൻക്രീസ് ചെയ്യുക. ആ വോളിയം മാറുന്നതനുസരിച്ച് പ്രഷർ മാറും, അല്ലേ? അപ്പോൾ P1 V1 ഉണ്ടായിരുന്ന ഈ നമ്മുടെ പിസ്റ്റൺ, നമ്മുടെ സിലിണ്ടറിൻ്റെ വോളിയം P2 V2 ആയിട്ട് മാറി. ടെമ്പറേച്ചറിന് മാറ്റം വരുമോ? ഇല്ല. ഐസോതെർമൽ ആയതുകൊണ്ട് സെയിം ടെമ്പറേച്ചറിൽ ഒക്കർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, സെയിം ടെമ്പറേച്ചറിലാണ് അവിടെ ഐസോതെർമൽ എക്സ്പാൻഷൻ നടക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഇൻഡിക്കേറ്ററിലെ ഡയഗ്രത്തിൽ നമ്മൾക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ഇതാണ് ആ കർവ്, ഇങ്ങനൊരു കർവ്. ഓക്കെ, അപ്പം P1 V1 T1 ഉണ്ടായിരുന്നത് P2 V2 T1 തന്നെ. കാരണം എന്താണ്? ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ്. സോ Q1 എമൗണ്ട് ഓഫ് എനർജി ഈസ് അബ്സോർബ്ഡ് ഫ്രം ദി സോഴ്സ്. ഐസോതെർമൽ എക്സ്പാൻഷൻ. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സിൽ നമ്മൾ ചെയ്യുക, ഈ വർക്കിംഗ് സബ്സ്റ്റൻസിനെ സോഴ്സിൻ്റെ മുകളിൽ കൊണ്ടുവച്ച് പിസ്റ്റൺ പകുതി ഉയർത്തി. P1 V1 ഉണ്ടായിരുന്നത് P2 V2 ആയി. ഐസോതെർമൽ എക്സ്പാൻഷൻ ആയതുകൊണ്ട് ഇതിൻ്റെ ടെമ്പറേച്ചർ T1 ആയിരുന്നു, ഇതിൻ്റെ ടെമ്പറേച്ചർ T1 ആണ്. അപ്പോൾ ഇപ്പോഴത്തെ പ്രസൻറ്റിൽ അതിൻ്റെ ടെമ്പറേച്ചർ T1 തന്നെയായിട്ട് നിൽക്കുന്നു.
Q1 amount of energy heat absorbed from the source Y. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഐസോതെർമൽ എക്സ്പാൻഷൻ P1 V1 T1 to P2 V2 T1. സെക്കൻഡ് പ്രോസസ് ഇതാണ്. നമ്മൾ നേരെ ഈ വർക്കിംഗ് സബ്സ്റ്റൻസിനെ എടുത്തുകൊണ്ട് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ വെച്ച്, ഇപ്പോൾ പകുതി ഉയർന്ന് നിൽക്കുകയല്ലേ, പകുതി ഉയർന്ന് നിൽക്കുകയാണ് നമ്മുടെ പിസ്റ്റൺ ഐസോതെർമൽ എക്സ്പാൻഷനിൽ. ഇത് നേരെ നമ്മൾ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ബാക്കി ഫുള്ളായിട്ട് മുകളിലേക്ക് ഉയർത്തി. അപ്പോഴും അവിടെ എക്സ്പാൻഷൻ തന്നെയല്ലേ, മുകളിലേക്ക് ഉയരുകയാണ്. അതായത് പിസ്റ്റൺ ആദ്യം ഇത്ര ഉയർന്ന് പിന്നെ പകുതി ഫുള്ളായിട്ട് വരുന്നു. ആദ്യം നമ്മൾ ഇവിടെ വെച്ചത് പകുതി ഉയർന്ന് ഐസോതെർമൽ എക്സ്പാൻഷനിൽ, ബാക്കി നമ്മൾ ഫുള്ളായിട്ട് ഉയർത്തി. എവിടെ കൊണ്ട് വെച്ചിട്ടാണ്? ഈ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൻ്റെ മുകളിൽ കൊണ്ട് വെച്ചിട്ട്. നമുക്കറിയാം ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഹീറ്റിനെ കടത്തി വിടുകയോ പുറത്തേക്ക് വിടുകയോ ചെയ്യാതെ അത് എക്സ്പാൻഡ് ചെയ്തു. അതിനെയാണ് നമ്മൾ അഡിയാബാറ്റിക് എക്സ്പാൻഷൻ എന്ന് പറയുക. അപ്പോൾ രണ്ടാമത്തെ കേസ്, രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഈ പിസ്റ്റൺ ആദ്യം ഐസോതെർമൽ എക്സ്പാൻഷനിൽ പകുതി ഉയർന്നു, നേരെ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൻ്റെ മുകളിൽ കൊണ്ടുവച്ച് എക്സ്പാൻഡ് ചെയ്തപ്പോൾ അത് അഡിയാബാറ്റിക് എക്സ്പാൻഷനായി. അവിടെ ഫുള്ളായിട്ട് മുകളിലേക്ക് ഈ പിസ്റ്റൺ ഉയർന്നു. നമുക്കറിയാം അഡിയാബാറ്റിക് എക്സ്പാൻഷനിൽ എപ്പോഴും ടെമ്പറേച്ചർ വ്യത്യാസം വരും. ഓക്കെ, അത് റെപ്രസെൻറ്റ് ചെയ്ത് ഇപ്പോൾ നമ്മുടെ പിസ്റ്റൻ്റെ പ്രഷർ P2 V2 T1 ആയിട്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ കൊണ്ട് വെച്ചത്. ദെൻ അലൗഡ് ടു എക്സ്പാൻഡ് ചെയ്തപ്പോൾ പ്രഷർ വോളിയം എത്രയായി? P3 V3 ആയി. ടെമ്പറേച്ചർ T1 എന്നുള്ളത് T2 ആയിട്ട് കുറഞ്ഞു. കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അഡിയാബാറ്റിക് എക്സ്പാൻഷനിൽ ടെമ്പറേച്ചർ T1 എന്നുള്ളത് ഫോൾ ചെയ്യപ്പെടും. അപ്പോൾ രണ്ടാമത്തെ കേസിൽ ഈ പിസ്റ്റനെ ഇവിടെ നമ്മൾ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ കൊണ്ടുവച്ച് ഫുള്ളായിട്ട് പിസ്റ്റൺ ഉയർത്തിയപ്പോൾ അവിടെ പ്രഷർ P2 V2 എന്നുള്ളത് P3 V3 ആയി. ടെമ്പറേച്ചറിനും ചേഞ്ച് ഉണ്ടായി. ടെമ്പറേച്ചർ T1 എന്നുള്ള ഹൈ ടെമ്പറേച്ചർ T2 എന്ന് പറയുന്ന ഒരു കോൾഡ് ടെമ്പറേച്ചറിലേക്ക് വ്യത്യാസപ്പെട്ടു. സോ ഈ കർവ്, രണ്ടാമത്തെ ഈ കർവ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? അഡിയാബാറ്റിക് എക്സ്പാൻഷൻ. അഡിയാബാറ്റിക് എക്സ്പാൻഷൻ. ഓക്കെ, ദെൻ അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മൾ പിസ്റ്റനെ സിലിണ്ടറിനെ എടുത്ത് സോഴ്സിൻ്റെ പുറത്ത് വെച്ചു, പകുതി ഉയർത്തി. അതിനുശേഷം നമ്മൾ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ വെച്ച് ഫുള്ളായിട്ട് ഉയർത്തി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുക, നേരെ ഈ പിസ്റ്റനെ എടുത്ത് സിങ്കിൻ്റെ മുകളിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. ഇപ്പം നമുക്കറിയാം വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ? T2 ആണ്. ഇപ്പോൾ സിങ്കിനുണ്ടായിരുന്ന ടെമ്പറേച്ചർ T2 തന്നെയാണ്. അപ്പോൾ രണ്ടും സെയിം ടെമ്പറേച്ചറിലെത്തി. കാരണം അഡിയാബാറ്റിക് എക്സ്പാൻഷനിൽ T1 T2 ആയിട്ട് മാറ്റപ്പെട്ടു. അപ്പോൾ പ്രസന്റ് കണ്ടീഷനിൽ നമ്മുടെ വർക്കിംഗ് സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ T2 ആണ്. അത് നമ്മൾ നേരെ സിങ്കിന്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചു. ഇത്ര പൊങ്ങി നിൽക്കുകയാണ്. നേരെ നമ്മൾ സിങ്കിന്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചിട്ട് പകുതി താഴ്ത്തി. ദാറ്റ് ഈസ് പകുതി താഴ്ത്തി എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ T2 ആണ്, സിങ്കിന്റെ ടെമ്പറേച്ചർ T2 ആണ്. ദാറ്റ് ഈസ് ഐസോതെർമൽ കംപ്രഷൻ. സെയിം ടെമ്പറേച്ചറിൽ നമ്മൾ പൊങ്ങി വെച്ചതിന് പകുതി താഴ്ത്തി വെച്ചു. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ പ്രോസസ് എന്താണ്? ഐസോതെർമൽ കംപ്രഷൻ. അവിടെ Q2 amount of heat is rejected to the sink. ആ സമയത്ത് Q2 amount of heat is rejected to the sink. സിങ്കിലേക്ക് റിജക്ട് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ P3 V3 T2 എന്ന് പറയുന്നത് P4 V4 T2 ആയിട്ട് മാറ്റപ്പെട്ടു. കാരണം അപ്പോൾ എന്തായി? മൂന്ന് പ്രോസസ്സായി. ഫസ്റ്റ് പ്രോസസ്സിൽ ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയാബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? സിലിണ്ടറിനെ കൊണ്ട് സോഴ്സിൽ വെച്ചു, പകുതി മുകളിലേക്ക് ഉയർത്തി, ഐസോതെർമൽ എക്സ്പാൻഷൻ. അതിനുശേഷം സിലിണ്ടറിനെ കൊണ്ട് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ വെച്ച് പകുതി ഉയർത്തി, ഫുള്ളായിട്ട് ഉയർത്തി, ദാറ്റ് ഈസ് അഡിയാബാറ്റിക് എക്സ്പാൻഷൻ. ഇനി മൂന്നാമത്തെ കേസിൽ നമ്മൾ സിലിണ്ടറിനെ കൊണ്ട് സിങ്കിന്റെ മുകളിൽ വെച്ച് പകുതി താഴ്ത്തി, ഐസോതെർമൽ കംപ്രഷൻ. ഇനി ഈ സിലിണ്ടറിനെ കൊണ്ട് നമ്മൾ വീണ്ടും ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ വെച്ച് ഫുള്ളായിട്ട് താഴ്ത്തി, അതായത് ആദ്യം നിന്നിട്ട് പൊസിഷനിലേക്ക് കൊണ്ടുവന്നു. ഇപ്പം ആദ്യം ഇവിടെ അഡിയാബാറ്റിക് ഐസോതെർമൽ കംപ്രഷൻ പകുതിയാക്കി. ഇനി നമ്മൾ നേരെ ഈ പിസ്റ്റനെ പകുതി താഴ്ന്നതിനെ കൂടി ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഫുള്ളായിട്ടാണ് താഴ്ത്തി. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ പിസ്റ്റനെ നമ്മൾ നാലാമത് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ വെച്ച് താഴ്ത്തുമ്പോൾ, ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ നോ ഹീറ്റ് എൻറ്റേഴ്സ് ഓർ ലീവ്സ് ദ സിസ്റ്റം, സോ അഡിയാബാറ്റിക് കംപ്രഷൻ. അപ്പോൾ അവിടെ എന്ത് പറ്റി? അഡിയാബാറ്റിക് കംപ്രഷൻ നടന്നു. അപ്പോൾ P4 V4 T2 ഉണ്ടായിരുന്ന സാധനം വീണ്ടും ഒറിജിനൽ പൊസിഷനിലേക്ക്, ദാറ്റ് ഈസ് P1 V1
T1 എന്ന് പറയുന്ന T2 എന്ന് പറയുന്ന ടെമ്പറേച്ചറിൽ നിന്ന് T1 എന്ന് പറയുന്ന ഹൈ ടെമ്പറേച്ചറിലേക്ക് വർക്കിംഗ് സബ്സ്റ്റൻസ് മാറി. സോ ഈ കർവ് എന്താണ്? ഇത് അഡിയബാറ്റിക് കംപ്രഷൻ. അഡിയബാറ്റിക് കംപ്രഷൻ. ഇത് ഐസോതെർമൽ കംപ്രഷൻ. ഐസോതെർമൽ കംപ്രഷൻ. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ പറഞ്ഞൊരു ഹീറ്റ് എഞ്ചിൻ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു അപ്വേർഡ് മോഷൻ, ഒരു ഡൗൺവേർഡ് മോഷൻ. കാർനോട്ട് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. 4 പ്രോസസ്സ് ഉണ്ടെങ്കിൽ ഒരു പിസ്റ്റൺ മുകളിലേക്ക് താഴെ. ഏതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു? ആദ്യം നിങ്ങൾ ഈ സിലിണ്ടറിനെ കൊണ്ട് സോളിസിൻ്റെ മുകളിൽ വെച്ചിട്ട് പകുതി ഉയർത്തുക, ഐസോതെർമൽ എക്സ്പാൻഷൻ. ഓക്കെ, അപ്പോൾ P1 V1 എന്നുള്ളത് P2 V2 ആവും. ടെമ്പറേച്ചർ T1 തന്നെ. അവിടെ Q1 എമൗണ്ട് ഓഫ് എനർജി അബ്സോർബ് ചെയ്യും. വീണ്ടും നമ്മൾ നേരെ ഈ വർക്കിംഗ് സബ്സ്റ്റൻസിനെ കൊണ്ട് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ വെച്ച് ഫുള്ളായിട്ട് ഉയർത്തി. അവിടെ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് ആയതുകൊണ്ട് എക്സ്പാൻഷൻ തന്നെയാണ്, പക്ഷേ അഡിയബാറ്റിക് എക്സ്പാൻഷൻ. അതാണ് രണ്ടാമത്തെ കാര്യം. P2 V2 എന്നുള്ളത് P3 V3 ആയി. ടെമ്പറേച്ചർ T1 എന്നുള്ളത് ഫോൾ ചെയ്ത് T2 ആയി. അഡിയബാറ്റിക് എക്സ്പാൻഷനിലും കംപ്രഷനിലാണ് ടെമ്പറേച്ചറിൽ വ്യത്യാസം. ഐസോതെർമലിൽ വ്യത്യാസമില്ല. സെയിം ടെമ്പറേച്ചർ ഒക്കെ ചെയ്യുന്ന പ്രോസസ്സായിരുന്നു. ദെൻ ഫുള്ളായിട്ട് വരുന്ന കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? നേരെ സിങ്കിൻ്റെ പുറത്ത് കൊണ്ടുവന്ന് വെച്ചു, പകുതി താഴ്ത്തും. ദാറ്റ് ഈസ് ഐസോതെർമൽ കംപ്രഷൻ. അപ്പോൾ P3 V3 T2 എന്നുള്ളത് P4 V4 T2 ആയിട്ട് മാറ്റപ്പെടും. വീണ്ടും നമ്മൾ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് വെച്ച് ഫുള്ളായിട്ട് അങ്ങ് താഴ്ത്തി. അപ്പോൾ എത്രയായി? ഈ P4 V4 T2 എന്നുള്ളത് P1 V1 T1 എന്ന് പറയുന്ന ആദ്യത്തെ ഉണ്ടായിരുന്ന അവസ്ഥയിലേക്ക് വന്നു. ടെമ്പറേച്ചർ പക്ഷേ അഡിയബാറ്റിക് കംപ്രഷനിൽ T2 എന്നുള്ളത് ഇൻക്രീസ് ചെയ്ത് T1ലേക്ക് എത്തി. അപ്പോൾ ഒരു ഫുൾ പ്രോസസ്സായില്ലേ, ഒരു സൈക്കിളായില്ലേ. ഒരു പ്രാവശ്യം മുകളിലേക്ക് പോയി വീണ്ടും താഴേക്ക് വന്നു. എങ്ങനെയൊക്കെയാണ് പോയത്? ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡിയബാറ്റിക് കംപ്രഷൻ. ഈ സാധനം കണ്ടിന്യൂ ചെയ്യും. ഓരോ സൈക്കിൾ കഴിയുമ്പോഴും അപ്പോൾ ഡൗൺവേർഡ് മോഷൻ കണ്ടിന്യൂ ചെയ്യുകയും എന്ത് ചെയ്യും? ഇത് എങ്ങനെ പോകും? സാധാരണ ഒരു സൈക്കിളായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്ന കാർനോട്ട്സ് എഞ്ചിൻ ഇറ്റ് ഈസ് എന്താ പറയുന്നത് 100% എഫിഷ്യൻസി ഉള്ള ഒരു ഹീറ്റ് എഞ്ചിനായിട്ട് അദ്ദേഹം പറയും. 100% എഫിഷ്യൻസി ശരിക്കും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിസ്റ്റൺ മുകളിലേക്ക് ഉയർന്ന് താഴത്തേക്ക് വരുമ്പോൾ ആ അബ്സോർവ് ചെയ്ത Q1 എമൗണ്ട് ഓഫ് എനർജിയിൽ കുറച്ച് എനർജി എന്തായാലും വേസ്റ്റ് ആയാൽ മാത്രമേ അത് പ്രാക്ടിക്കലി പോസിബിൾ ആവുള്ളൂ. ഇതേപോലെ വേസ്റ്റ് ആവത്തില്ല എന്നാണ് പറയുക. അപ്പോൾ ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ ആയതുകൊണ്ടും അത് പിന്നെ പിസ്റ്റൺ മുകളിലേക്ക് വരുമ്പോണ്ടാകുന്ന ഫ്രിക്ഷനൊക്കെ അദ്ദേഹം കൺസിഡർ ചെയ്തിട്ടില്ല. എല്ലാം ഐഡിയൽ ഗ്യാസാണ് അദ്ദേഹം ഇതിനകത്ത് കൺസിഡർ ചെയ്തത്. അങ്ങനെയുള്ള കേസൊക്കെ ഉണ്ടെങ്കിലും നമ്മളൊരു പ്രാക്ടിക്കൽ കേസ് വരുമ്പോൾ ഈ ഐഡിയൽ ഹീറ്റ് എഞ്ചിനിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മോർ എഫിഷ്യൻ്റ് ആവും ഈ ഹീറ്റ് എഞ്ചിൻ്റെ കേസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പറയേണ്ടത്? കാർനോട്ട്സ് എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു റിവേഴ്സിബിൾ ആൻഡ് ഐഡിയൽ ഹീറ്റ് എഞ്ചിനാണ്. റിവേഴ്സിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന അവസ്ഥ വീണ്ടും തിരിച്ച് അവിടെ തന്നെ വരും. ഓക്കെ, അപ്പോൾ റിവേഴ്സ് എഞ്ചിനാണ്. 4 പ്രോസസ്സാണ്. സ്റ്റെപ്പ് 1 ഐസോതെർമൽ എക്സ്പാൻഷൻ. അത് നമ്മളൊരു ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് കാർനോട്ട് സൈക്കിൾ എന്നാണ് അറിയപ്പെടുക. ഒന്ന് P1 V1 T1 എന്നുള്ളത് P2 V2 T1ലേക്ക് വരും. ആദ്യം ഈ ഐഡിയ നമ്മുടെ ഈ ഫ്രിക്ഷൻ നമ്മുടെ സിലിണ്ടർ നമ്മൾ സോഴ്സിൻ്റെ മുകളിൽ കൊണ്ട് വെച്ച് പകുതി എക്സ്പാൻഡ് ചെയ്യും. ദാറ്റ് ഈസ് ഐസോതെർമൽ എക്സ്പാൻഷൻ. പിന്നെ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൻ്റെ മുകളിൽ വെച്ച് ഫുള്ളായിട്ട് മുകളിലേക്ക് വരുത്തും, അഡിയബാറ്റിക് എക്സ്പാൻഷൻ. പിന്നെ നമ്മൾ സിങ്കിൻ്റെ മുകളിൽ വെച്ച് പകുതി താഴ്ത്തും, ഐസോതെർമൽ കംപ്രഷൻ. പിന്നെ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൻ്റെ മുകളിൽ വെച്ച് ഫുള്ള് താഴ്ത്തും, ഐസോതെർമൽ അഡിയബാറ്റിക് കംപ്രഷൻ. ദെൻ ആ സിസ്റ്റം വീണ്ടും ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് എത്തിച്ചേരും. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഐഡിയൽ കാർനോട്ട് എഞ്ചിനെ കുറിച്ച് പറയുന്നത്. ഇനി നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷനും കൂടി കഴിഞ്ഞ ഈ ചാപ്റ്റർ തീരും. വേറെ ഒന്നുമില്ല, നമ്മുടെ എഫിഷ്യൻസിയുടെ ഒരു ഡെറിവേഷനാണ് നമുക്കിനി ചെയ്യാറുള്ളത്. ഓക്കെ, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം.